ഹായ്, ഞാൻ അഡ്വക്കേറ്റ് ആരതി, വരുണിന്റെയും രാധികയുടെയും വക്കീല. വരുണിന്റെ ഏട്ടത്തെയും ചെറിയമ്മയല്ലേ? എല്ലാരും പറഞ്ഞെനിക്കറിയാം. ഓ, ഞങ്ങള് പോയി കേസുകളിലൊന്നും പെടാറില്ല. അതുകൊണ്ട് വക്കീൽ ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അയ്യോ, എനിക്ക് പുതിയ കേസ് എടുക്കാൻ സമയമൊന്നുമില്ല. പുതിയ കേസ് ഉണ്ടാക്കരുതെന്ന് പറയാന് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് വന്നത്. രാധികയെ നിങ്ങൾ രണ്ടുപേരും നന്നായി ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി അതുണ്ടാവരുത്. ഉണ്ടായാൽ ഇപ്പൊ ഏട്ടത്തി പറഞ്ഞല്ലോ കേസിലൊന്നും പെടാൻ താല്പര്യമില്ലെന്ന്. അതങ്ങോട്ട് മാറും. കേസിൽ ഞാൻ പെടുത്തു. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ആദ്യം തുടച്ചു നീക്കേണ്ടത് ഈ കുടുംബത്തിനകത്തുള്ള കോലാഹലങ്ങളുണ്ടല്ലോ, അതിനെയാ. അപ്പോ എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? അല്ല യശോദേ, അമ്മ വന്നില്ലേ? അമ്മ ഇങ്ങോട്ട് നേരത്തെ പോന്നു. എവിടെ പോയതാന്നറിയില്ല. ചിലപ്പോ കാവിലോ മറ്റോ പോയതായിരിക്കും. വരൂ ഉടനെ. സുകുമാരിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. എന്തൊക്കെയായാലും സുകുമാരിയും പ്രിയങ്കയും തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. പ്രിയങ്ക പോയപ്പോ അത് സുകുമാരിയുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടാവും. ഒന്നിങ്ങോട്ട് വരിക. ഈ സുകുമാരി അമ്മയുടെ ഒരു കാര്യം. പാവം ഫിദ മേഡം, ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശമില്ലാത്തതുകൊണ്ട് പുറത്ത് നിൽക്കുക. നമസ്കാരം. താലി കെട്ടാനുള്ള മുഹൂർത്തം ആയില്ലേ തിരുമേനി? മുഹൂർത്തമൊക്കെ ആകാറായി. പക്ഷേ ഒരു മാറ്റമുണ്ട്. എന്താ? നടയിൽ വെച്ച് താലി കെട്ടാനാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ഇപ്പൊ നടയിൽ നിന്നും താലി പൂജിച്ചു വാങ്ങിയിട്ട് ക്ഷേത്ര മണ്ഡപത്തിൽ വെച്ച് വിവാഹം നടത്താനാ ഞങ്ങൾ ആലോചിക്കുന്നത്. അയ്യോ, അതെന്തു പറ്റി? രാധിക എന്റെ സ്ഥാനത്ത് കാണുന്നത് ഫിദ മേഡത്തെയാ. മോളുടെ വിവാഹം നടക്കുമ്പോ ഫിദ മേഡം അവളുടെ തൊട്ടടുത്തുണ്ടാവണം. അതിനുവേണ്ടിയാ ചടങ്ങ് മണ്ഡപത്തിലേക്ക് മാറ്റുന്നത്. എന്റെ മോൾക്ക് കാവിൽ നിന്നവളാ മേഡം. മേഡം അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. തിരുമേനി, എന്റെ ഉള്ളിന്റെ ഉള്ളില് അവളുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. ഇതിന് ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയുന്നത്? വേണ്ട മേഡം, നന്ദി ഒന്നും പറയണ്ട. എല്ലാം ഭഗവാന്റെ തീരുമാനമാണെന്ന് കരുതിക്കൊള്ള. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. വായിച്ചോതെ. ശരി. ശ്യാമേ,